സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ ഈ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൽ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൽ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഈശോ എഴുന്നള്ളുന്നു. ഈശോ എഴുന്നള്ളുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. ലോകമെമ്പാടുമുള്ള അൾത്താരകളിൽ, തിരുസക്രാരിയിൽ, തിരുവോസ്തിയിൽ പദാർത്ഥരൂപനായി വിശുദ്ധ കുർബാനയായി എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ അനന്ത സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ. ജെറമിയ 31:3. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതിനാൽ നിന്നോടുള്ള എൻ്റെ സ്നേഹം ശാശ്വതമാണ്. എല്ലാവരും ഒന്ന് ആവർത്തിച്ച് പറയുക. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതിനാൽ നിന്നോടുള്ള എൻ്റെ സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാത്തതാണ്, മാറ്റമില്ലാത്തതാണ്. ഹല്ലേലൂയ. ഈശോനാഥൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന തൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനമാണ് ഈ മത്തായി 28:18. ഈശോനാഥൻ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ അധികാരം കിട്ടിയത്? ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ യേശു ദൈവത്തോട് തുല്യനായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത, തുല്യത വേണ്ട എന്ന് വെച്ചിട്ട് ആകൃതിയിൽ മനുഷ്യനെ പോലെയായി, മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടി, നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, ഒരു ഉറുമ്പിൻ കൂട്ടത്തെ രക്ഷിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉറുമ്പായി
മാറുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ലെങ്കിലും അതുപോലെ നമ്മളാകുന്ന ചെറിയ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സൃഷ്ടാവും പരിപാലകനും രക്ഷകനും നാഥനുമായ ദൈവമായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, മനുഷ്യനായി തീർന്നു. പിതാവിൻ്റെ തിരുവിഷ്ടം അപ്രകാരമായിരുന്നു. എന്തുമാത്രം അനുസരിച്ചു? കുരിശുമരണത്തോളം അനുസരിച്ചു. ആകയാൽ പിതാവായ ദൈവം കുരിശുമരണത്തോളം അനുസരിച്ച മരിച്ചടക്കപ്പെട്ട യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. എല്ലാ നാമത്തെയും കാൾ വലുതായ നാമം അവന് കൊടുത്തു. എല്ലാ നാമത്തെയും കാൾ വലുതായ നാമം ഹെബ്രായ ഭാഷയിൽ യഹോവ എന്നാണ്, അത്യുന്നതനായ ദൈവം. അതേ വചനം ഗ്രീക്ക് ഭാഷയിൽ കീറിയോസ്, കർത്താവ്, ഇംഗ്ലീഷിൽ ലോർഡ് അല്ലെങ്കിൽ കർത്താവ്. യഹോവ അല്ലെങ്കിൽ കർത്താവ് എന്ന നാമം മനുഷ്യനായിട്ട് അവതരിച്ച് മരിച്ചുയർത്ത യേശുവിന് പിതാവ് നൽകി. എന്നിട്ട് ഒരു കാര്യം കൂടെ അവിടുന്ന് തിരുമനസ്സായി. എല്ലാ മുഴങ്കാലുകളും അവൻ്റെ മുമ്പിൽ മടങ്ങണം എന്നവിടുന്ന് തിരുമനസ്സായി. വിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്നത് ജീവനുള്ള അനന്ത സ്നേഹവും അനന്ത കരുണയും അനന്ത നന്മയുമായ ദൈവമാണ്. അവിടുന്ന് പ്രകാശമാണെങ്കിൽ ആ പ്രകാശം കടന്നു ചെല്ലുമ്പോൾ ഇരുട്ട് നിർവീര്യമാകും, അപ്രത്യക്ഷമാകും. ഇരുട്ടിൻ്റെ ശക്തികൾ, അന്ധകാര ശക്തികൾ നിർവീര്യമാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അമേരിക്കയിലുള്ള ഒരു വിൻസെൻഷ്യൻ വൈദികൻ TV-യിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹം ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന കാലത്ത് പല പ്രാവശ്യം കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പൈസ കൊടുത്താൽ രക്ഷപ്പെടാം തൽക്കാലത്തേക്ക്, പിന്നെയും വരും. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ അച്ഛനും സെമിനാരിക്കാരനും കൂടെ പോകുമ്പോൾ കൊള്ളക്കാരവരെ വളഞ്ഞു. അവരോട് പലതും പറഞ്ഞു നോക്കി, പൈസയില്ല, ഞാൻ വൈദികനാണ്, ഇവർ സെമിനാരിക്കാരാണ്, ഒരു രക്ഷയില്ല, അവർ കീഴടങ്ങുന്നില്ല. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളെ ഉപദ്രവിക്കരുത്. അന്നേരെ അവർ സ്ഥലം വിട്ടു. ജീസസിൻ്റെ നാമം പറഞ്ഞപ്പോൾ അവരിലെ പൈശാചിക ശക്തി നിർവീര്യമായി. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞതേ അവർ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അമേരിക്കൻ TV-യിൽ വന്നതാണ്, ഒരു വിൻസെൻഷൻ വൈദികൻ കൊടുത്തതാണ്. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. വലതുകരം വിശുദ്ധ കുർബാനയുടെ നേരെ നീട്ടി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ പീഡകളും രോഗങ്ങളും വേദനകളും എന്നെ വിട്ടുപോകട്ടെ. ഓരോരുത്തരും വലതുകരം ഉയർത്തിപ്പിടിക്കുക, സ്വന്തം ശിരസിലേക്ക് ആ കരം വയ്ക്കുക.
പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രനായ അങ്ങയുടെ ഏകപുത്രനായ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പീഡകളും, എല്ലാ രോഗങ്ങളും രോഗാണുക്കൾ നിർവീര്യമാകട്ടെ. എല്ലാ വേദനകളും എന്നെ വിട്ടുപോകട്ടെ. ബലക്ഷയം മാറിപ്പോകട്ടെ. ശരീരത്തിന് പുതിയ ബലം ലഭിക്കട്ടെ. ഹല്ലേലൂയ. മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കഠിന ദുഃഖങ്ങളുടെ ബന്ധനക്കെട്ടുകൾ അഴിയട്ടെ. സമാധാനം നിറയട്ടെ. സ്വസ്ഥത നിറയട്ടെ. സന്തോഷം നിറയട്ടെ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, നന്മ, സമാധാനം, ആത്മസംയമനം, ക്ഷമ, ദയ, വിശ്വസ്തത, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണകളോട് അനുസരിക്കാനുള്ള വിശ്വസ്തത, ദൈവവചനം അനുസരിക്കാനുള്ള വിശ്വസ്തത. ഹല്ലേലൂയ. കൈകൾ രണ്ട് ഉയർത്തിപ്പിടിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, വിശുദ്ധ കുർബാനയിൽ പൂർണ്ണതയിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവപുത്രനായ യേശുവേ, എന്നിലെ എല്ലാ തിന്മകളും പാപങ്ങളും ദുശീലങ്ങളും വാശി വൈരാഗ്യങ്ങളും വെറുപ്പും വിദ്വേഷവും പിണക്കവും അഹങ്കാരവും അശുദ്ധിയും മ്ലേച്ഛതയ്ക്കുള്ള അടിമത്തവും എല്ലാ ദുശീലങ്ങളും യേശുവിന്റെ അനന്ത പരിശുദ്ധ നാമത്തിൽ വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയിൽ എന്നെ വിട്ടുപോകട്ടെ. ഞാൻ വിശുദ്ധനാകട്ടെ. അശുദ്ധിയെല്ലാം നീങ്ങിപ്പോകട്ടെ. ഹൃദയ എളിമ, ക്ഷമ, കാരുണ്യം, പരസ്പര സ്നേഹം, ഇവയെല്ലാം എന്നിൽ നിറയട്ടെ. ദൈവവചനത്തോടുള്ള സ്നേഹം എന്നിൽ നിറയട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികൾ അനുഭവിക്കുന്ന തൊണ്ടയിലെ രോഗങ്ങൾ, വേദനകൾ, അസുഖങ്ങൾ, ചുമ, കഫക്കെട്ട്, ഇവയെല്ലാം യേശു ഇപ്പോൾ സ്പർശിക്കുന്നു, നിർവീര്യമാക്കുന്നു, നീക്കം ചെയ്യുന്നു. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ചില വ്യക്തികൾക്ക് ഉള്ള ശരീരത്തിൻ്റെ ഒരു വശത്തുള്ള വേദന, കൈവേദന, ഹിപ്പിൻ്റെ ഭാഗത്ത്, അരക്കുടിൻ്റെ ഭാഗത്തുള്ള വേദന, ഇവയെല്ലാം കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവത്തിൻ്റെ അനുഗ്രഹ സ്പർശനം, രോഗശാന്തി സ്പർശനം കിട്ടുമ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയണം. ഇതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം യേശുനാഥൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക, അതുവഴി പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവ സ്നേഹം കൊണ്ട് നിറയുക. റോമ 5:5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നു. ദൈവസ്നേഹം നമ്മിൽ നിറയുമ്പോൾ അതിൻ്റെ അനന്തരഫലവും തുടർഫലവുമാണ് പരസ്പര സ്നേഹം, മനസ്സലിവുള്ള സ്നേഹം, പാവപ്പെട്ടവരോടുള്ള കരുതൽ സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മധ്യസ്ഥ പ്രാർത്ഥന താല്പര്യം, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള
താല്പര്യം, സ്നേഹം. എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം. നമ്മൾ 5 10 പേര് രക്ഷപ്പെട്ടാൽ പോരാ, 10 100 പേര് രക്ഷപ്പെട്ടാൽ പോരാ. ആയിരങ്ങളും 10,000-ങ്ങളും അനേകായിരങ്ങളും അനേക ലക്ഷങ്ങളും ഈ ആരാധനയിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി. ഞങ്ങൾക്ക് ചുറ്റുമുള്ള അനേകായിരങ്ങൾ 10,000-ങ്ങൾ ജനലക്ഷങ്ങൾ യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവസ്നേഹത്താൽ പരസ്പര സ്നേഹത്താൽ കരുണാർദ്ര സ്നേഹത്താൽ ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ഇവയെല്ലാം ഞങ്ങളെ ഒരുക്കുന്ന സ്നേഹത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസകോശത്തിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഹന അപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴോട്ട് തളർന്നു കിടക്കുന്ന 2 കിടപ്പ് രോഗികളെ ഈശോ ആശ്വസിപ്പിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു TV പ്രോഗ്രാമിൽ ഇങ്ങനെ ഞാൻ അനൗൺസ് ചെയ്തു, ഒരു കിടപ്പ് രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. TV കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അടുത്ത വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ തളർന്ന് കിടപ്പുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, എടാ നിന്റെ കാര്യമാണ് പറഞ്ഞു, എഴുന്നേക്കടാന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു. അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും കഴിയുന്ന 11 കുടുംബങ്ങളെ കർത്താവ് സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നു. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2:14. അവൻ നമ്മുടെ സമാധാനമാണ്. യേശു, ആ യേശുവാണ് നമ്മുടെ 2 കൂട്ടരുടെയും എതിരാളികളുടെ എല്ലാം പാപത്തിന് വേണ്ടി കുരിശിൽ മരിച്ച് പാപപരിഹാരം ചെയ്ത് പാപമോചനം വാങ്ങി തരുന്നത്. അങ്ങനെ ആയിരിക്കെ നമ്മൾ പിന്നെ പാപത്തെ കെട്ടിപ്പിടിക്കരുത്, സ്വാർത്ഥതയെ അഹങ്കാരത്തെ മുറുകെ പിടിക്കരുത്, വലിച്ചെറിയണം. യേശു എങ്ങനെ സ്വയം ശൂന്യവൽക്കരണം ചെയ്തു, എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. നമ്മുടെ സഹനങ്ങൾ അനേകായിരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എതിരാളികൾക്ക് വേണ്ടി, അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. എഫേസൂസ് 2:14. അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാദസംബന്ധമായ അസുഖത്തിൽ നിന്ന് 40 പേർക്ക് പരിപൂർണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, 40 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നാൽ അത് 400 ആകാനും വിഷമമില്ല. വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിറ്റ്സിന്റെ അസുഖത്തിൽ നിന്ന് 2 പേർക്ക് അത്ഭുത സൗഖ്യം നൽകുന്നു. മലാക്കിയുടെ പ്രവചനം 4:2. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മലാക്കി 4:2. മലാക്കി 4:2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. എന്റെ നാമത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവഭയം. പാപത്തിൽ നിന്ന്, പാപ കൂട്ടുകെട്ടിൽ നിന്ന്, പാപ സാഹചര്യത്തിൽ നിന്ന് ഓടിയകലുക. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. നീതിസൂര്യൻ
പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിറഞ്ഞു കവിയൽ, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. ശാരീരിക സൗഖ്യം, ആത്മീയ സൗഖ്യം, ദുശ്ശീലങ്ങളിൽ നിന്നുള്ള മോചനം, ആന്തരിക സൗഖ്യം, വ്യക്തിബന്ധങ്ങളിൽ വന്ന മുറിവുകൾ ഉണക്കുക, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. കടബാധ്യതയുള്ള 26 കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കടം, പലിശക്കടം എടുത്തു കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു 3 മുറിയുള്ള വീട് പണിയണം, അതിന് 10 ലക്ഷം 5 ലക്ഷം കടമെടുക്കണം. 2 വീട് മുറി കൊണ്ട് തൃപ്തമാകണം. കാരണം നമുക്കൊരു സിറ്റ് ഔട്ട് കാണും, അതൊരു മുറിയാക്കി ഉപയോഗിക്കാം. കടം മേടിച്ച് കൂട്ടരുത്. പലിശക്കടം മേടിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് കടം മേടിക്കാൻ സാത്താൻ തലയിൽ തോന്നിക്കും. നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ യേശു പാപപ്പെട്ട സാഹചര്യത്തിൽ വളരെ ദരിദ്രനായി ജീവിച്ചതുപോലെ നമ്മളും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കണം. വലിയ 4 പേരുടെ മുമ്പിൽ മേനിയായിട്ട് നടക്കാനോ അതിനുവേണ്ടി അനാവശ്യ ചെലവുകൾ വലിച്ചു വെക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ, നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ, ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 2 കൈകളും തിരുമുമ്പിലേക്ക് ഉയർത്തിക്കേ. എന്നിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകരുടെ നടുവേദന കർത്താവ് നീക്കിക്കളയുന്നു. നടുവേദന, പുറംവേദന. ഒന്നുകൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. നാളുകളായിട്ട്, മാസങ്ങളായിട്ട്, ഒരുപക്ഷെ വർഷങ്ങളായിട്ടുള്ള കഠിന ദുഃഖങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ദുഃഖത്തിൻ്റെ പൈശാചിക പീഡ നിർവീര്യമാകുന്നു. ശാന്തി, സമാധാനം, സന്തോഷം കർത്താവ് നൽകുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒന്നായിട്ട് കൈ ഉയർത്തിക്കുക എല്ലാവരും. യേശുവേ സ്തോത്രം. യേശുവേ കൈ സ്തോത്രം. ഉയർത്താൻ വിഷമമുള്ള ഏതാനും പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള അൾത്താരകളിൽ, തിരുസക്രാരിയിൽ, തിരുവോസ്തിയിൽ
എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വന്ന് വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവൈക്യം നൽകി ഈ ലോകത്തിൽ വെച്ച് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മുട്ടുകുത്തുക. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. ദിവ്യ ശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യ നിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം